ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ 2024 PSC ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറുകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള 101 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 23. അങ്ങനെയാണെങ്കിൽ ചാന്ദ്ര ദിനം എന്നാണ്? ചാന്ദ്രദിനം ജൂലൈ 21. ചാന്ദ്രദിനം ജൂലൈ 21. എന്തുകൊണ്ടാണ് ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്നത്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 ചാന്ദ്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമാണ് ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 1961 ജൂലൈ 21. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 21 ചാന്ദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. TK മാധവൻ. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർ ഉൾപ്പെടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള അവകാശം ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർ ഉൾപ്പെടെ എല്ലാ ജാതിക്കാർക്കും സഞ്ചരിക്കാനുള്ള അവകാശം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അയിത്തം എന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ നടന്ന സമരത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നതും വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ. അയിത്തം എന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ നടന്ന സമരത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നതും വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. എന്നാണ് വൈക്കം സത്യാഗ്രഹം പിൻവലിച്ചത്? അത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹം പിൻവലിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം വെല്ലൂർ മഠമാണ്. വൈക്കം സത്യാഗ്രഹ സ്മാരകം വൈക്കത്ത് സ്ഥിതി ചെയ്യുന്നു. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം വെല്ലൂർ മഠമാണ്. വെല്ലൂർ മഠം. ഇനി അടുത്ത ചോദ്യം: കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. ആധുനിക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ നേതാവെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ് കേട്ടോ. ആധുനിക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ നേതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനെയാണ്. മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചതും സ്വാമി വിവേകാനന്ദനാണ്. SNDP യോഗം സ്ഥാപിക്കാൻ മാർഗനിർദ്ദേശം നൽകിയതും സ്വാമി വിവേകാനന്ദനാണ്. ഡോക്ടർ പൽപുവിന് SNDP യോഗം സ്ഥാപിക്കാൻ മാർഗനിർദ്ദേശം നൽകിയത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസറായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു.
ആധുനിക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസുമാണെന്ന് ഓർത്തിരിക്കുക. മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഡോക്ടർ പൽപ്പുവിന് SNDP യോഗം സ്ഥാപിക്കാൻ മാർഗനിർദ്ദേശം നൽകിയതും സ്വാമി വിവേകാനന്ദനാണ്. അടുത്തത്, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നു K രാമകൃഷ്ണ പിള്ള കേട്ടോ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ K രാമകൃഷ്ണ പിള്ളയാണ്. ഈ സ്വദേശാഭിമാനി പത്രം 5 തെങ്ങിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമാണ് 1905. K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായത് 1906ലാണ്. 1906ലാണ് K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായ വർഷം. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയത് 1910ലാണ്. 1910ലാണ് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയത്. സ്വദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാട് കടത്തിയതും 1910 സെപ്റ്റംബർ 26നാണ്. സ്വദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന K രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാട് കടത്തിയത് 1910 സെപ്റ്റംബർ 26നാണ്. അടുത്തത്, അതുപോലെ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടമെന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടമെന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം 5 തെങ്ങിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1905ആണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ K രാമകൃഷ്ണ പിള്ളയാണ്. K രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായ വർഷം 1906ആണ്. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയത് 1910ലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അടുത്തത്, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത്. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് കേട്ടോ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വൈകുണ്ഠസ്വാമികളുടേതാണ് ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഉൾപ്പെടാത്തതാണ്. ഉൾപ്പെടാത്തത് 3 മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ഈ ഒരു 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നിവയൊക്കെ തന്നെ ഗുരുവിൻ്റെ വചനങ്ങളാണ്. അതുകൂടി ഇതിനോടൊപ്പം ഓർത്തിരിക്കാം. ഏതൊക്കെയാണ്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇവയെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ്. മറ്റു 3ഉം വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതാണ് എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി അത് ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ഗോദാവരിയാണ്. വൃദ്ധഗംഗ അതുപോലെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നതും ഗോദാവരിയാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹമുള്ളതും ഗോദാവരി നദിക്കാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹമുള്ളത് ഗോദാവരി നദിക്കാണ്. ദക്ഷിണ ഗംഗ, വൃദ്ധഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയും ഗോദാവരിയാണ്.
ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ഗോദാവരിയാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. കായലുകളും അഴിമുഖങ്ങളും കാണുന്നു. ഇത് കറക്റ്റാണ്. കായലുകളും അഴിമുഖങ്ങളും കാണുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതൽ എന്നിവ കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീര സമതലം ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നമ്മളോട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2ഉം 3ഉമാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഇത് പടിഞ്ഞാറൻ തീരസമതലവും ഇത് കിഴക്കൻ തീരസമതലവുമാണല്ലോ. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം അല്ലെങ്കിൽ പശ്ചിമ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമ തീരസമതലമുള്ളത്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കുറവാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ 3ആയിട്ടാണ് പടിഞ്ഞാറൻ തീരസമതലത്തിനെ വേർതിരിച്ചിട്ടുള്ളത്. ഇനി കിഴക്കൻ തീരസമതലം നോക്കുകയാണെങ്കിൽ പൂർവ്വ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ തീരസമതലം. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെയുള്ളതാണ് കിഴക്കൻ തീരസമതലം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലങ്ങളിലാണ്. താരതമ്യേന വീതി കൂടുതലാണ് കിഴക്കൻ തീരസമതലങ്ങളിൽ. അതുപോലെ കോറമൻഡൽ സമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ 2ആയിട്ടാണ് തിരിക്കുന്നത്. കോറമൻഡൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെയാണ് കിഴക്കൻ തീരസമതലത്തിനെ വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണെന്ന് പറഞ്ഞു. അടുത്തത്, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ് കേട്ടോ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. സഞ്ചാരത്തിനും അതുപോലെ ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ റെയിൽ ഗതാഗതം എന്നുള്ളത്. ഇന്ത്യയിലെ ആദ്യ തീവണ്ടിപ്പാത മുംബൈ മുതൽ താനെ വരെയായിരുന്നു. നിലവിൽ 18 റെയിൽവേ സോണുകളാണ് നമുക്കുള്ളത്. 18 എണ്ണമാണ് ഉള്ളത്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ റെയിൽവേ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാരിയയാണ്. ഝാരിയ ഝാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് കേട്ടോ. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനവും കൽക്കരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരമുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. കൂടുതലായിട്ടും കാണപ്പെടുന്ന കൽക്കരി ഇനം. പുനഃസ്ഥാപന ശേഷിയില്ലാത്ത പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം എന്നിവ. പുനഃസ്ഥാപന ശേഷിയില്ലാത്ത പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം എന്നിവ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനി റാണിഗഞ്ചാണ്. റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്. ലോകത്ത് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ചൈന 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്?
1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. എവിടെയാണ്? റൂർക്കേലയിലാണ് കേട്ടോ. റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കരിമ്പിൻ്റെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? ദേശീയ ജലപാത 3. ഇതിൻ്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നതാണ് ദേശീയ ജലപാത 3ൻ്റെ മറ്റൊരു പേര്. ദേശീയ ജലപാത 3ൻ്റെ ദൈർഘ്യം എത്രയാണ്? അത് 205 കിലോമീറ്റർ ആണ് കേട്ടോ. 205 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 3ൻ്റെ ദൈർഘ്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ഈ ഒരു ദേശീയ ജലപാത 3 നിലവിൽ വന്നത് 1993-ലാണ്. 1993-ലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത 3 നിലവിൽ വന്ന വർഷം. 1993-ലാണ്. 1993. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാല് ദേശീയ ജലപാത 3 എന്നറിയപ്പെടുന്നു. അതിന് മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നത്. ദേശീയ ജലപാത 3ൻ്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നത്. 205 കിലോമീറ്റർ ആണ് ഈ ഒരു ദേശീയ ജലപാത 3ൻ്റെ ദൈർഘ്യം എന്നത്. 1993-ലാണ് ഈ ഒരു ജലപാത നിലവിൽ വന്നത്. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നിവ. ഇന്ത്യയുമായി വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നിവ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്ത്യയുമായി കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് കേട്ടോ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനും ആണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ മഹാത്മാഗാന്ധിയാണ്. മിസ്സിസ് ആനി ബസന്റിൻ്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, അതുപോലെ കോമൺവീൽ എന്നത്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ മിസ്സിസ് ആനി ബസന്റിൻ്റെ പത്രങ്ങളാണ്. ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ് കേസരി, മറാത്ത എന്നിവ. കേസരി, മറാത്ത എന്നിവ ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ്. ഇനി രാജാറാം മോഹൻ റോയ് ആണ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ് സംബാദ് കൗമുദിയും മിറാത്തുൽ അക്ബറും സംബാദ് കൗമുദിയും രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ്. മഹാത്മാഗാന്ധിയുടേത് യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ആനി ബസന്റിൻ്റെതാണ്. കേസരി, മറാത്ത എന്നിവ ബാലഗംഗാധര തിലക് നേതൃത്വം നൽകിയ പത്രങ്ങളാണ്. രാജാറാം മോഹൻ റോയുടേത് സംബാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും ആണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പുനഃസ്ഥാപിക്കാൻ ശേഷിയുണ്ട്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പുനഃസ്ഥാപിക്കാൻ ശേഷിയുണ്ട്, ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇവയെല്ലാം തന്നെ പാരമ്പര്യേതര സ്രോതസ്സിൻ്റെ സവിശേഷതകളാണ്. എന്നാൽ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്ന ഈ ഒരു ഓപ്ഷൻ സി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. പുനഃസ്ഥാപന ശേഷി ഉള്ളതും
ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായതാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. ഇതിന് ഉദാഹരണമാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം എന്നിവയൊക്കെ. ഇവയൊക്കെ പുനഃസ്ഥാപന ശേഷിയുള്ളവയും ചെലവ് കുറഞ്ഞവയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവയുമാണ്. ഇനി പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ നോക്കുകയാണെങ്കിൽ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഓപ്ഷൻ സി, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദം 21A അനുച്ഛേദം 21A ഈ ഒരു മൗലിക അവകാശം അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ അനുച്ഛേദം 21A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? അത് 86 ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. അനുച്ഛേദം 21A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 2002 വന്നിട്ടുള്ള 86 ഭരണഘടനാ ഭേദഗതിയാണ്. ഈ ഒരു 86 ഭരണഘടനാ ഭേദഗതിക്ക് മുൻപ് സൗജന്യവും അതുപോലെ നിർബന്ധിതവുമായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസ അവകാശം പാർട്ട് 4 ആർട്ടിക്കിൾ 45 കൊടുത്തിട്ടുണ്ടായിരുന്നത്. 86 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ് അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ, 2002. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A ഭാഗം 4A. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് ആർട്ടിക്കിൾ 51A 51A കേട്ടോ. 51A മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ്. മൗലിക കടമകൾ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 1976 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976. ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം, ഭരണഘടനയുടെ ഭാഗം 4A 4A. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? അത് 1950 ജനുവരി 24 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമനയുടെ ഒറിജിനൽ പതിപ്പ് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് കേട്ടോ, ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വ പതിപ്പ് പാടാനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വ പതിപ്പ് പാടാനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. ദേശീയ ഗാനം യഥാർത്ഥത്തിൽ ദേശീയ ഗാനം പാടി തീർക്കുവാൻ വേണ്ടി എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? അത് 52 സെക്കൻഡാണ്. 52 സെക്കൻഡാണ്. എന്നാൽ ഹ്രസ്വ പതിപ്പ് പാടാനായിട്ട് 20 സെക്കൻഡാണ് വേണ്ടത്. ഹ്രസ്വ പതിപ്പ് പാടാനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. അടുത്തത്, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ആനന്ദ മഠം എന്ന നോവലിൽ നിന്നാണ് ഈ ഒരു ഗാനം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള നോവലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം. വന്ദേ മാതരം.
വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്രീ അരബിന്ദോ ആണ്. ശ്രീ അരബിന്ദോയാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഈ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയ, നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? അത് ദേശ് രാഗമാണ് കേട്ടോ. ദേശ് രാഗമാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയ രാഗം ദേശ് രാഗമാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ള നോവൽ ആനന്ദമഠമാണ്. സന്യാസി കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആനന്ദമഠം രചിച്ചിട്ടുള്ളത്. ബംഗാളി ഭാഷയിലാണ് എന്നാണ് PSCയുടെ ഉത്തരസൂചിക വരുന്നത്. ഏത് ഭാഷയിലാണ് ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? PSCയുടെ ഉത്തരസൂചിക പ്രകാരം ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ള നോവൽ ആനന്ദമഠമാണ്. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സെഷൻ കൊൽക്കത്ത കോൺഗ്രസ് സെഷനാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ശ്രീ അരബിന്ദോയാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ദേശ് രാഗമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 എന്നതാണ്. ഓപ്ഷൻ ഡി 3:2 എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം 2002 ആണ്. 2002 ജനുവരി 26 ദേശീയ പതാക കോഡ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഈ ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത്. 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത്. ദേശീയ പതാക കോഡ് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26 ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ പതാക നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള അംഗീകൃത യൂണിറ്റ് എവിടെയാണ്? അത് കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. അടുത്ത ചോദ്യം, അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കിയാണ്. അമ്മ എന്ന നോവൽ എഴുതിയിട്ടുള്ളത് മാക്സിം ഗോർക്കി. റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ സ്വന്തം കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് മാക്സിം ഗോർക്കി. ഇദ്ദേഹത്തിൻ്റെ നോവലാണ് അമ്മ എന്ന നോവൽ. ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ എന്നത്. അപ്പോൾ എന്താണ് ലോക്പാൽ? ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ലോകായുക്ത എന്നത് സംസ്ഥാന തലത്തിലുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് ലോകായുക്ത. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. എന്നാൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്. 51ാമത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് 51ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ.
ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 3. GSLV മാർക്ക് 3 ആണ് ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം. ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഏതാണ്? ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം റഷ്യയാണ്. റഷ്യ. ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം റഷ്യ. ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3. ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം റഷ്യ. ഗഗൻയാൻ യാത്രികർക്ക് മെഡിക്കൽ സഹായം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. മെഡിക്കൽ പരിശീലനം നൽകുന്നത് ആരാണ്? ഗഗൻയാൻ യാത്രികർക്ക് മെഡിക്കൽ സഹായം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഇനി ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ പരീക്ഷണാർത്ഥം യാത്ര ചെയ്യുന്ന ഒരു ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ട്. അതേതാണ്? അതാണ് വ്യോംമിത്ര. വ്യോംമിത്ര. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ പരീക്ഷണാർത്ഥം യാത്ര ചെയ്യുന്ന ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരാണ് വ്യോംമിത്ര എന്നത്. വ്യോംമിത്ര. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായിട്ടുള്ള ഒരു മലയാളി ഉണ്ട്. ആരാണ്? അദ്ദേഹമാണ് അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി. ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളിയാണ് അഭിലാഷ് ടോമി. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ്? ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ VR ലളിതാംബിക. ഡോക്ടർ VR ലളിതാംബിക. ഡോക്ടർ VR ലളിതാംബികയാണ് ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരാണ്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഗഗൻയാൻ പദ്ധതിയുടെ വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 3. GSLV മാർക്ക് 3. ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യം റഷ്യയാണ്. ഗഗൻയാൻ യാത്രികർക്ക് മെഡിക്കൽ സഹായം ഒരുക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ പരീക്ഷണാർത്ഥം യാത്ര ചെയ്യുന്ന ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര. വ്യോമമിത്ര. അടുത്തത്, ഗഗൻയാൻ ദൗത്യത്തിൽ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി ആരാണ്? അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമി. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളിയായ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ VR ലളിതാംബിക. ഡോക്ടർ VR ലളിതാംബിക. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 ചോദിച്ചിട്ടുള്ളത്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ നേടിയിട്ടുള്ളത് 3 പേരാണ് കേട്ടോ. 3 പേർക്കാണ് 2024 നൊബേൽ കിട്ടിയിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിന്. 1 ഡാരൻ അസെമുഗലു, 2 സൈമൺ ജോൺസൺ, 3 ജെയിംസ് റോബിൻസൺ. ഡാരൻ അസെമുഗലു, അതുപോലെ സൈമൺ ജോൺസൺ. മൂന്നാമത് ജെയിംസ് റോബിൻസൺ. ഇനി മുതൽ അവർ AJR എന്നാണ് അറിയപ്പെടുന്നത്. ഇവർക്ക് 3 ആൾക്കുമായിട്ട് സംയുക്തമായിട്ടാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. ഇത് കറക്റ്റാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിലാണ്. ചൂലന്നൂർ പാലക്കാടാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ നമ്മളോട് ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്, ചെന്തുരുണി കൊല്ലം ജില്ലയിലാണ്, ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലും ചൂലന്നൂർ പാലക്കാട് ജില്ലയിലുമാണ്. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കരിമ്പുഴ വന്യജീവി സങ്കേതം. നിലവിൽ വരുന്നത് ഏത് വർഷമാണ്? 2019 കേട്ടോ. 2019 കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവ രണ്ടും, ചിമ്മിനി വന്യജീവി സങ്കേതവും ചെന്തുരുണി വന്യജീവി സങ്കേതവും 1984 കേട്ടോ നിലവിൽ വരുന്നത്.
ചിമ്മിനി വന്യജീവി സങ്കേതവും ചെന്തുരുണി വന്യജീവി സങ്കേതവും നിലവിൽ വരുന്നത് 1984 ഓക്കെ. അടുത്ത ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പേര് വന്നത്. ചീവീട് അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. 1984 നിലവിൽ വന്ന ഇത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1984 നിലവിൽ വന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 3 ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സിയിലുള്ള 3 മാത്രം. ഓക്കെ. അപ്പോൾ സൈലന്റ് വാലിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? അത് 1985. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം 1985. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 2007 കേട്ടോ. 2007 സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2007. 2007. ഈ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയുമാണ്. ഓക്കെ. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു. 1985 സൈലന്റ് വാലി ഉദ്യാനം ഉദ്ഘാടനം ചെയ്തു. 2007 സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. ഓക്കെ. അടുത്തത്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തേത്, കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ഗോദവർമ്മ രാജ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് ജിമ്മി ജോർജ്. ഇവ 3 തന്നെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. എല്ലാം ശരിയാണ്. അടുത്തത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. കേരള നിയമസഭ 1994 കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത്. ഈ ഒന്നാമത്തെ ഓപ്ഷൻ അപ്പോൾ തെറ്റാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് എന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ D 1 മാത്രമാണ് തെറ്റ്. കേരള നിയമസഭ 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയത്. 1994. ഓക്കെ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്.
ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരവും ദേശീയ ഗാനം ജനഗണമനയുമാണ്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന നോക്കുകയാണെങ്കിൽ അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീ തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്തുമാണ്. ഇവ 3 തന്നെ ശരിയായിട്ടുള്ള ആൻസറാണ്. ശരിയായിട്ടുള്ളത് ചോദിച്ചതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണ്? കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ആനമുടിയാണ് കേട്ടോ. ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പം നമ്മളോട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയല്ലാത്തത്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം എന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഇത് 3 തന്നെ ശരിയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അപ്പോൾ നമ്മളോട് ശരിയായത് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ എ ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ ഒരു സമ്മേളനത്തിൽ തന്നെയാണ്. അതുപോലെ വട്ടമേശ സമ്മേളനങ്ങൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തതും ഇതേ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. വട്ടമേശ സമ്മേളനങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതും ലാഹോർ സമ്മേളനത്തിൻ്റെ മറ്റ് ചില ലക്ഷ്യങ്ങളാണ്. ഈ ഒരു ലാഹോർ സമ്മേളനത്തിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം എന്നത്.
നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അത് 1920 കൊൽക്കത്തയിൽ ചേർന്ന പ്രത്യേക സമ്മേളനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൊൽക്കത്തയിൽ ചേർന്ന പ്രത്യേക സമ്മേളനം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. സുഭാഷ് ചന്ദ്ര ബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്ര ബോസ്. അദ്ദേഹം രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്ര ബോസ്. അദ്ദേഹം ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. 1939 കേട്ടോ. 1939 ഫോർവേഡ് ബ്ലോക്കിന് രൂപം നൽകുന്നത്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉപയോഗിച്ചത് ആരാണ്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉപയോഗിച്ചത് സുഭാഷ് ചന്ദ്ര ബോസാണ്. സുഭാഷ് ചന്ദ്ര ബോസാണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉപയോഗിച്ചത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? അത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. ഇവിടെ ശ്രദ്ധിച്ചേ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയതാരാണ്? അത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് ആരാണ്? അതും ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ആണ്. ഓരോ സ്റ്റേറ്റ്മെന്റും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. ഓക്കെ. ഈ ഖാൻ അബ്ദുൾ ഖാഫർ ഖാന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്. അതാണ് മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ എന്നത്. മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ എന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ. മൈ ലൈഫ് ആൻഡ് സ്ട്രഗിൾ എന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ഇവിടെ തന്നിട്ടുള്ളവയിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്ത നേതാവ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 പ്രധാന ഘട്ടങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. 3 പ്രധാന ഘട്ടങ്ങളായിട്ടാണ് സ്വാതന്ത്ര്യ സമര രീതിയെ തിരിച്ചിട്ടുള്ളത്. 1 മിതവാദ ദേശീയത, 2 തീവ്ര ദേശീയത, 3 ഗാന്ധിയൻ എറ. മിതവാദ ദേശീയതയും തീവ്ര ദേശീയതയും ഗാന്ധിയൻ എറയായിട്ടാണ് സ്വാതന്ത്ര്യ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ മാറ്റിയിട്ടുള്ളത്. 3 ഘട്ടങ്ങളായിട്ട് മാറ്റിയിട്ടുള്ളത്. ഇതിൽ മിതവാദികളിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവരൊക്കെയാണ്. എന്നാൽ തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകാണെന്ന് ഓർക്കുക. അടുത്തത്, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞത്. 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. മൊറാർജി ദേശായി ആയിരുന്നു 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി. ആ സമയത്ത് രാഷ്ട്രപതി ആരാണ്? രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോഴത്തെ രാഷ്ട്രപതി. ഓക്കെ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ ആണ്. ജീവകം എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ.
നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ഏതാണ്? ജീവകം കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി ആണ് കേട്ടോ. ബി അല്ല, സി ആണ്. ജീവകം സി ആണ്. ജീവകം സി. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. നമ്മളോട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 4 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് സമ്പർക്കം മുഖേനയാണ്. കുഷ്ഠം എന്നത് ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയാണെന്ന് ഓർത്തിരിക്കുക. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതാന്ന് നോക്കുകയാണെങ്കിൽ ജലദോഷം, ചിക്കൻ ബോക്സ്, മീസൽസ്, ക്ഷയം എന്നിവയെല്ലാം തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. കൊതുകു മുഖേനയാണെങ്കിലോ മന്ത്, മലമ്പനി, ചിക്കുൻഗുനിയ കൊതുകു മുഖേനയും ചിക്കൻ പോക്സ് വായുവിലൂടെയാണ്. മാറിപ്പോവാതെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ സമ്പർക്കം മുഖേന നമ്മൾ പറഞ്ഞു കുഷ്ഠം, അതുപോലെ ചെങ്കണ്ണ് എന്നിവയൊക്കെ സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ്. ഇനി ആഹാരം, വെള്ളം എന്നിവയിലൂടെ പകരുന്നത് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം തുടങ്ങിയവയാണ് കേട്ടോ. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം എന്നിവ ആഹാരം, വെള്ളം എന്നിവയിലൂടെ പകരുന്നു. ജലദോഷം, ചിക്കൻ ബോക്സ്, മീസൽസ്, ക്ഷയം എന്നിവ വായുവിലൂടെ പകരുന്നു. മന്ത്, മലമ്പനി, ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി എന്നിവയൊക്കെ കൊതുക് മൂലം പകരുന്നു. കുഷ്ഠം, ചെങ്കണ്ണ് എന്നിവ സമ്പർക്കം മുഖേനയുമാണ് പകരുന്നത്. ഓക്കെ. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി അത് സ്നേഹസ്പർശമാണ്. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് എന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ശ്വേത രക്താണുക്കൾ ഏതെല്ലാമാണ്? അത് മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ മോണോസൈറ്റും ന്യൂട്രോഫിലും. ബേസോഫില് മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഈസിനോഫില് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ന്യൂട്രോഫിലും മോണോസൈറ്റും നമ്മൾ പറയുകയും ചെയ്തു. ബേസോഫില് മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ഈസിനോഫില് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം ചെയ്യുന്ന ശ്വേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും. അടുത്തത്, പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനമാണ് ഭാഗ്യലക്ഷ്മി എന്നത്. അനാമിക എന്നത് വെണ്ട ഇനമാണ്. വെണ്ട ഇനത്തിൻ്റെ സങ്കര ഇനമാണ് അനാമിക വെണ്ട. ഹരിത എന്നത് വഴുതനയാണ്. അനഘ തക്കാളി ഇനമാണ്. ഹരിത എന്നത് വഴുതന ഇനമാണ്. വെണ്ടയുടേതാണ് അനാമിക. അനഘ എന്നത് തക്കാളി ഇനവുമാണ്. ഇവിടെ തന്നിട്ടുള്ളവയിൽ വനവിഭവം അല്ലാത്തത് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ എന്നത് ഒരു ഫോസിൽ ഇന്ധനമാണ്. പശ, തേൻ, കോലരക്ക് എന്നിവയൊക്കെ വന ഉൽപ്പന്നങ്ങളുമാണ്. വനവിഭവം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അത് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ ഒരു ഫോസിൽ ഇന്ധനമാണ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം
അമ്ലമഴയ്ക്ക് കാരണമായ വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡാണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. സൾഫർ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ മഴവെള്ളത്തിൽ ലയിച്ച് ആസിഡുകളായി ഭൂമിയിൽ എത്തുന്നതിനെയാണ് അമ്ലമഴ എന്ന് പറയുന്നത്. അമ്ലമഴ. അടുത്ത ചോദ്യം. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം എന്നത് ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഭാരതപ്പുഴയുടേതാണ് കേട്ടോ. ഭാരതപ്പുഴ. പൊന്നാനി തുറമുഖം എന്നത് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്. ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്ന സ്ഥലം പൊന്നാനിയാണ്. ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. കേരളത്തിലെ ആദ്യ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. മാമാങ്കം നടന്നിരുന്ന തീരവും ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. മാമാങ്കം നടന്നിരുന്ന നദീതീരം ഭാരതപ്പുഴയാണ്. അടുത്തത്. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? 2022 ചോദ്യം. ഓപ്ഷൻ ബി നഞ്ചിയമ്മയാണ് ആൻസർ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരള വനിതയാണ് നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ എന്നത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ നദിയുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാർ നദിയുമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് കുറ്റ്യാടിയാണ് കേട്ടോ. കുറ്റ്യാടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. ഓക്കെ. അടുത്തത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം. വരയാടുകളെ സംരക്ഷണ കേന്ദ്രം, വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റും വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് വേമ്പനാട്ട് കായലാണ്. കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായലും വേമ്പനാട്ട് കായലാണ്. കൊച്ചി കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് വേമ്പനാട്ട് കായലാണ്. കൊച്ചി കായൽ എന്നറിയപ്പെടുന്നതും വേമ്പനാട്ട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ എന്നിവ സ്ഥിതി ചെയ്യുന്ന കായലും വേമ്പനാട്ട് കായലാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്?
വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. നെയ്യാറ്റിൻകര താലൂക്ക്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളി രൂപീകരിച്ചത്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി എന്നതാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി എന്നതാണ്. സാധുജന പരിപാലിനി. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സ്ഥാപിച്ച വർഷം 1907 കൂടി ഓർത്തിരിക്കുക. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറത്താണ് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ കൂടാതെ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവയും ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന ക്ഷേത്ര പ്രതിഷ്ഠകളാണ്. ശ്രീനാരായണ ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ എവിടെയാണെന്ന് അറിയാമോ? അത് ആലപ്പുഴ ജില്ലയിലെ കളവൻകോടാണ് കേട്ടോ. കളവൻകോട്. ശ്രീനാരായണ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കളവൻകോടാണ്. കളവൻകോട്. ഓം എന്നെഴുതിയ ഒരു കണ്ണാടിയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. കളവൻകോടാണെന്ന് ഓർത്തിരിക്കുക. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടാണ് ശ്രീനാരായണ ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യ സംഘടിത കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയാണ് കേട്ടോ. ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? അദ്ദേഹം ഗിഫോർഡാണ്. ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ്. ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 ആണ്. അടുത്ത ചോദ്യം. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാല. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകുന്നതിനായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശ്വഭാരതി സർവകലാശാല എന്നൊരു ആശയം ടാഗോർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനാണ് കേട്ടോ. ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? അത് ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഒ ഡയറാണ്. മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഒ ഡയറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനുമാണ്.
ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ചോർച്ചാ സിദ്ധാന്തം ദാദാബായ് നവറോജിയുടെ സംഭാവനയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രശാസ്ത്രത്തിൻ്റെയും പിതാവാണ് ദാദാബായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെയും പിതാവാണ് ദാദാബായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നീ 2 പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയും ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നും ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയുടെ പ്രശസ്തമായ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? അതും ദാദാബായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തിയും ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെയും പിതാവ് ദാദാബായ് നവറോജി. ഇന്ത്യയിലെ വന്ധ്യവയോധികൻ ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ്. അടുത്തത്, സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചത്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഒരു ഉറുദു കവിയാണ് കേട്ടോ. ഉറുദു കവിയാണ്. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ബക്രാനങ്കൽ ആണ്. ബക്രാനങ്കൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ പദ്ധതി. ഇന്ത്യയിലെ ഉയരം കൂടിയ 2ാമത്തെ അണക്കെട്ടാണ് ബക്രാനങ്കൽ. ബക്രാനങ്കൽ പദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം ലഭ്യമാക്കുന്ന നദി സത്ലജ് നദിയാണ്. ബക്രാനങ്കൽ അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ. ഗോവിന്ദ് സാഗർ. ഇന്ത്യയുടെ ഉയരം കൂടിയ 2ാമത്തെ അണക്കെട്ടാണ് ബക്രാനങ്കൽ. ബക്രാനങ്കൽ പദ്ധതിയിൽ ജലം ലഭ്യമാക്കുന്നത് സത്ലജ് നദിയാണ്. ബക്രാനങ്കൽ അണക്കെട്ട് രൂപം കൊടുക്കുന്ന ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ. ഗോവിന്ദ് സാഗർ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ആണ് കേട്ടോ. റൗലറ്റ് ആക്ട് ആണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ മറ്റൊരു പേര്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ പാസാക്കിയ ജനവിരുദ്ധ നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ റൗലറ്റ് ആക്ട് എന്നത്. 1919 റൗലറ്റ് ആക്ട് പാസാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിൽ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരമാണ് PT ഉഷ. PT ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 8ാമത്തെ മലയാളി കൂടിയാണ് PT ഉഷ. ആദ്യത്തെ മലയാളി വനിതയും 8ാമത്തെ മലയാളിയുമാണ് PT ഉഷ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് നേടുന്നതും PT ഉഷയാണ് കേട്ടോ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് PT ഉഷയ്ക്കാണ് ലഭിച്ചത്. അത് ഏത് വർഷമാണ്? 2023 കേട്ടോ. 2023 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് PT ഉഷയ്ക്ക് ലഭിക്കുന്നത്.
ഒളിമ്പിക്സിൽ മത്സരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ സ്പ്രിൻ്ററാണ് പി.ടി. ഉഷ. ഒളിമ്പിക്സിൽ മത്സരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ സ്പ്രിൻ്റർ ആരാണ്? അത് പി.ടി. ഉഷയാണ്. 1980 മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുമ്പോൾ പി.ടി. ഉഷയ്ക്ക് 16 വയസ്സായിരുന്നു കേട്ടോ. പ്രായം 16 വയസ്സ്. അപ്പോൾ ഒളിമ്പിക്സിൽ മത്സരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതാ സ്പ്രിൻ്റർ ആരാണ്? പി.ടി. ഉഷയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ ആദ്യത്തെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത് പി.ടി. ഉഷയ്ക്കാണ്. അത് 2023 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഥമ മലയാളി വനിതാ കായിക താരമാണ് പി.ടി. ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 8ാമത്തെ മലയാളിയാണ് പി.ടി. ഉഷ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 8ാമത്തെ മലയാളിയുമാണ് പി.ടി. ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017 2017 കൊച്ചി മെട്രോ നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ മെട്രോ റെയിലാണ് കൊച്ചി മെട്രോ. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യ സർക്കാർ കമ്പനിയും കൊച്ചി മെട്രോയാണ്. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യ സർക്കാർ കമ്പനി ഏതാണ്? അതും കൊച്ചി മെട്രോയാണ്. കൊച്ചി മെട്രോയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? കൊച്ചി മെട്രോയുടെ പ്രൊജക്ട് ഡയറക്ടർ ഇ ശ്രീധരനാണ്. കൊച്ചി മെട്രോയുടെ പ്രൊജക്ട് ഡയറക്ടർ ഇ ശ്രീധരനാണ്. ഭിന്നലിംഗക്കാർക്ക് തൊഴിൽ നൽകിയ ആദ്യ സർക്കാർ കമ്പനിയാണ് കൊച്ചി മെട്രോ. കേരളത്തിലെ ആദ്യ മെട്രോ റെയിലാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നത് പാമ്പാറാണ്. പാമ്പാർ. കേരളത്തിലെ നദികളിൽ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നതും ഹൈക്കോടതിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നതും ഹൈക്കോടതിയാണ്. ഇന്ത്യയിൽ ഹൈക്കോടതി നിയമം പാസ്സാക്കിയ വർഷം 1861 1861 ഇന്ത്യയിൽ ഹൈക്കോടതി നിയമം പാസ്സാക്കിയത്. ഇന്ത്യയിൽ ഹൈക്കോടതി നിയമം പാസ്സാക്കിയ വർഷം 1861 1861 ഇന്ത്യയിൽ ഹൈക്കോടതി നിയമം പാസ്സാക്കിയ വർഷം. എന്നാൽ ഇന്ത്യയിൽ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1862 1862 ഇന്ത്യയിൽ ഹൈക്കോടതി നിലവിൽ വരുന്നത്. ഹൈക്കോടതി നിയമം പാസ്സാക്കിയത് 1861 ഇന്ത്യയിൽ ഹൈക്കോടതി നിലവിൽ വരുന്ന വർഷം 1862 ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഒരു കരടിൻ്റെ പൂർണ്ണരൂപം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചതും ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. എഴുതപ്പെട്ട ഭരണഘടനയുള്ള മറ്റ് രാജ്യങ്ങളാണ് അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവയൊക്കെ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ പരമാധികാരം, സ്ഥിതിസമത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്ക്, മതേതരത്വം എന്നിവയാണ്. പരമാധികാരം, സ്ഥിതിസമത്വം, ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്ക് എന്നിവയാണ്. അതിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. കൈസർ-ഇ ഹിന്ദ് എന്ന പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? കൈസർ-ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ സർ പദവി രവീന്ദ്രനാഥ ടാഗോർ തിരികെ നൽകിയതും ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജിയും തിരിച്ചു നൽകി, ഗവൺമെൻറ്റിന് തിരികെ നൽകി. ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയിട്ടുള്ള സർ പദവി രവീന്ദ്രനാഥ ടാഗോറും തിരികെ നൽകി. അടുത്തത്, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ഗുരുവിൻ്റെ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരു വചനം തന്നെയാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നതും. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആവണം എന്നും ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നുമാണ്. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള എന്നും ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നുമാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആണ്. തോമസ് ഹാർവേ ബാബർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളിൽ ഏറ്റവും ശക്തമായ കലാപമാണ് പഴശ്ശി കലാപം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ രചിച്ച നോവലാണ് കേരള സിംഹം. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയിട്ട് കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ രചിച്ചിട്ടുള്ളത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജാവാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളിൽ ഏറ്റവും ശക്തമായ കലാപമായിരുന്നു പഴശ്ശി കലാപം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. അടുത്ത ചോദ്യം, മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. 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 ഇനി നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. എൻ്റെ കൂട്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ഓക്കെ. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അത് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്ക. കൊറോണ വൈറസ് വകഭേദമായിട്ടുള്ള ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് ഏതാണെന്ന് തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ തന്നിട്ടുള്ളവയിൽ നെഫ്രൈറ്റിസ് എന്നത് ശ്വാസകോശ രോഗമല്ല. ആസ്മ, എംഫിസീമ, ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വാസകോശ രോഗങ്ങളാണ്. നെഫ്രൈറ്റിസ് എന്നത് ശ്വാസകോശ രോഗമല്ല. നെഫ്രൈറ്റിസ് എന്നത് വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങളിൽ പെട്ടതാണ്. നെഫ്രൈറ്റിസ് വൃക്കയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അടുത്തത്, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഏതാണ് ആ പദ്ധതി?
ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന അവയവവും ത്വക്കാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന അവയവവും ത്വക്ക് തന്നെയാണ്. ശരീരത്തിലെ മൊത്തം ഉള്ള ത്വക്കിൻ്റെ പ്രതല വിസ്തീർണം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 2 ചതുരശ്ര മീറ്ററാണ് വരുന്നത്. ശരീരത്തെ മൊത്തം പൊതിയുന്ന ത്വക്കിൻ്റെ പ്രതല വിസ്തീർണം എത്രയാണ്? 2 ചതുരശ്ര മീറ്റർ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. എന്താണ്? എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ്. വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ്. നിപ്പ വൈറസാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. ക്ഷയം ബാക്ടീരിയ രോഗമാണ്. വട്ടച്ചൊറി ഒരു ഫംഗസ് രോഗമാണ്. നിപ്പ വൈറസ് രോഗമാണ്. അടുത്തത്, സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഇവിടെ തന്നിട്ടുള്ളവയിൽ ഓപ്ഷൻ ഡി ഹരിതയാണ്. ഹരിത എന്നത് ഒരു വഴുതന ഇനമാണ്. തക്കാളി ഇനത്തിൽ പെടുന്നതാണ് അനഘ, അക്ഷയ, മുക്തി എന്നിവയൊക്കെ. സങ്കര ഇനം തക്കാളി ഇനത്തിൽ പെടുന്നതാണ് അനഘ, അക്ഷയ, മുക്തി. ഹരിത എന്നത് ഒരു വഴുതന ഇനമാണ്. സങ്കര ഇനത്തിൽ പെടുന്ന വഴുതനയാണ് ഹരിത എന്നത്. ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, ഭാരത്തിൻ്റെ SI യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ന്യൂട്ടനാണ്. ന്യൂട്ടൺ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? കോൺവെക്സ് ലെൻസും പവറും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്ന സമവാക്യം P=1/f എന്നതാണ്. P=1/f എന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 25 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ വരുമ്പോൾ 4 ഡയോപ്റ്ററാണ് കോൺവെക്സ് ലെൻസിൻ്റെ പവർ വരുന്നത്. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എന്നത് 4 ഡയോപ്റ്ററാണ്. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമത്തെ പറയുന്ന പേരാണ് ലെൻസിൻ്റെ പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമത്തെ പറയുന്ന പേരാണ് ലെൻസിൻ്റെ പവർ എന്നത്. അപ്പോൾ ഇവിടെ 100/25 4 എന്ന ഉത്തരം കിട്ടും. 4 ഡയോപ്റ്ററാണ് ഈ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ. ഒരു കുതിരശക്തി 1 ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ടാകുന്നു? ഒരു കുതിരശക്തി എന്നത് 746 വാട്ടാണ്. 746 വാട്ട്. PSCയുടെ ഓപ്ഷൻ ഡി ആണ്. 746 വാട്ട്. 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ എന്ന വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ എന്ന വാതകത്തിന് ആ ഒരു പേര് നൽകിയത് ലാവോസിയർ ആണ്. ഹൈഡ്രജൻ വാതകത്തിന് ആ പേര് നൽകിയത് ലാവോസിയർ ആണ്. വായുവിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജനാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. കലോറിക മൂല്യം കൂടിയ ഇന്ധനവും ഹൈഡ്രജനാണ്. കലോറിക് വാല്യൂ കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജനാണ്. ഇനി ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമേതാണ്? അതും ഹൈഡ്രജനാണ്. ലോഹഗുണം കാണിക്കുന്ന അലോഹ മൂലകമാണ് ഹൈഡ്രജൻ.
നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ S സോമനാഥാണ്. S സോമനാഥ്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് എന്താണ്? ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നതാണ്. പ്രഗ്യാൻ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് പ്രഗ്യാൻ. അപ്പോൾ വിക്രം എന്താണ്? വിക്രം ചാന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ലാൻഡറിൻ്റെ പേരാണ് കേട്ടോ. ലാൻഡറിൻ്റെ പേരാണ് വിക്രം എന്നത്. റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നും ലാൻഡറിൻ്റെ പേര് വിക്രം എന്നുമാണ്. ഇനി ചാന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച സ്ഥലത്തിൻ്റെ പേരാണ് തിരങ്ക. തിരങ്ക എന്താണ്? ചാന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച സ്ഥലത്തെ വിശേഷിപ്പിച്ച പേരാണ് തിരങ്ക. തിരങ്ക. ചാന്ദ്രയാൻ 3ൻ്റെ ലാൻഡർ ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച സ്ഥലത്തിൻ്റെ പേരാണ് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. ചാന്ദ്രയാൻ 3യുടെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തെ വിശേഷിപ്പിച്ച പേരാണ് ശിവശക്തി. ചാന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ സ്പർശിച്ച സ്ഥലമാണ് തിരങ്ക. ചാന്ദ്രയാൻ 3യുടെ ഭാഗമായിട്ടുള്ള റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ എന്നത്. ലാൻഡറിൻ്റെ പേരാണ് വിക്രം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ഇനി ശലഭം പദ്ധതി നോക്കുകയാണെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്രമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗമോ വൈകല്യമോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ശലഭം പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്രമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് രോഗമോ എന്തെങ്കിലും വൈകല്യമോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ശലഭം പദ്ധതി. ശലഭം പദ്ധതി. അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1933 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ BV. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് ഫാത്തിമ BV. ജസ്റ്റിസ് ഫാത്തിമ BV. ഓക്കെ ആണല്ലോ. അടുത്തത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-നാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. വിവരാവകാശ നിയമനിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? അത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്നതാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്? അത് ദേവനാഗരി ലിപിയിലാണ്. ദേവനാഗരി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്.
ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26 കൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കുക കേട്ടോ. ദേശീയ മുദ്ര 1950 ജനുവരി 26 അംഗീകരിച്ചത്. ദേശീയ മുദ്ര എന്നാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 26. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചത് എന്നാണ്? 1973 ഏപ്രിലാണ് കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത്. 1973 മുൻപ് സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം. നമ്മുടെ ദേശീയ മൃഗമായിട്ടുള്ള കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അത് പാന്തിറ ടൈഗ്രീസ് എന്നാണ്. പാന്തിറ ടൈഗ്രീസ് എന്നാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. 1973 ഏപ്രിലാണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. രാമൻ നമ്പി. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പിയാണ് ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ദേശീയ കാഴ്ചപ്പാടോടുകൂടിയിട്ട് പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇതേ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അടുത്തത് 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. 2023 G20 അധ്യക്ഷസ്ഥാനം വഹിച്ചതാരാണ്? ഇന്ത്യയാണ്. 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്നത് ബ്രസീലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷനിലെ ക്വസ്റ്റ്യൻസ്. ഏകദേശം എത്രത്തോളം ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയേറെ ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ശരിയായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ കൃത്യമായി തന്നെ പഠിച്ച് പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDFസും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെലിഗ്രാം വഴിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോൾ തന്നെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്പാൽപ്പായിട്ടാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.